ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പിള്ളേർക്ക് കൊണ്ടുപോകേണ്ട ടിഫിന്, അപ്പം ലഞ്ച് ബോക്സ്, അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഇന്ന് ഞാൻ രാവിലെ എന്നങ്ങ് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ പച്ചക്കറിക്കകത്ത് ഞാൻ പച്ചക്കായ എടുത്തായിരുന്നു. അപ്പോൾ അതെടുത്ത് ഒരു താളിക്കുന്ന പോലെ പെട്ടെന്നൊന്ന് ആക്കിയെടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഉരിച്ച് കൊണ്ടുവന്ന കുറച്ച് കൊഞ്ചിരിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സവാളയൊക്കെ ഉരിച്ചത് ഇരിപ്പം ഉണ്ടായിരുന്നു. ഒരു ഡപ്പയ്ക്കകത്താക്കി ഞാൻ വെച്ചിരുന്നു, ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അതിനകത്ത് 3-4 സവാള എടുത്ത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തക്കാളിയും സവാളയൊക്കെ ഇട്ട് വളരെ ഫാസ്റ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഞാൻ നേരത്തെ വെച്ചിരുന്ന ആവി കളഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിരുന്ന ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളത് മാത്രം രാവിലത്തേക്ക് മാത്രം എടുത്ത് ഞാൻ തിളപ്പിച്ചൂറ്റാൻ വേണ്ടി അതും എടുക്കുന്നുണ്ട്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് ഇച്ചിരി പൊറോട്ട വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെത് ഒരു 5-6 ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു. അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ചൂടാക്കിയിട്ട് ഇറച്ചിക്കറി ഇന്നലെ വെച്ചതുണ്ടായിരുന്നു. അത് ചൂടാക്കി അതൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഉപ്പും വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സവാള എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എവിടെ വെച്ച് അരിയണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ഒരുപാട് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഞാൻ തക്കാളിയും സവാളയും എല്ലാം അരിഞ്ഞെടുക്കുമായിരുന്നു. 2 തക്കാളി എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുക്കാനും. അപ്പോഴേക്കും നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. 2 പേർക്കുള്ള ചോറെല്ലാം ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും. പിന്നെ നമ്മുടെ സ്റ്റൗവിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതിന് 2 അടുപ്പിന് തീ നല്ലതായിട്ട് വരുന്നില്ല. ഒരടുപ്പിന് തീ നല്ലതായിട്ട് വരികയും ചെയ്യും, പക്ഷേ നമ്മൾ കുറച്ച് വെക്കുമ്പോൾ ഓഫായി പോവുക, ചിലപ്പോൾ ഗുമ്മെന്നും പറഞ്ഞ് തീ ആളിക്കത്തുക, അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതും അങ്ങ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞു. അപ്പം അതിന് വേണ്ടി ഇനിയിപ്പം ആളെ വിളിക്കണം സ്റ്റൗ നന്നാക്കാൻ. അതുപോലെ തന്നെ നമ്മളിപ്പം ലൈറ്റുള്ള ഭാഗം നോക്കി വെക്കണമല്ലോ പച്ചക്കറി അരിയാൻ. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗ ആണ് പൊക്കിയെടുത്ത് അങ്ങോട്ട് മാറ്റുക, ഇങ്ങോട്ട് മാറ്റുക. ഇതൊരു പരിപാടി തന്നെ. കറക്റ്റ് ഒരു ഫിക്സിങ് നമുക്ക് കിട്ടുന്നില്ല എവിടെ കൊണ്ട് വെക്കണമെന്ന്. കാരണം നമുക്ക് ചോറൊക്കെ അടച്ചിടാനുള്ള പാകത്തിനുള്ള തട്ടും നമുക്ക് വേണം, എന്നാൽ ലൈറ്റും കിട്ടണം. അത് കാരണം വലിയൊരു പ്രശ്നം. ഇത് 3 അടുപ്പിൻ്റെ സ്റ്റൗവും കൂടെ ആയതുകൊണ്ട് നീളത്തിൽ ഇങ്ങനെ നല്ല നീളമുണ്ട്. അപ്പോൾ ഞാൻ ആ നടുക്കത്തെ അടുപ്പിലോട്ട് തക്കാളിയും സവാളയും കൂടെ അരിഞ്ഞ് ഉപ്പും എണ്ണ ഒഴിച്ച് ഞാൻ മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വടക്കംപുളി മുറിച്ച് അതിനകത്തിട്ടിട്ടുണ്ട്. കാരണം കൊഞ്ച് റോസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഇച്ചിരി പുളിയും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് ഇതിപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ചോറ് മുരിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അടച്ചിട്ട ചോറ് ഒന്നും കൂടെ മുരിക്കാൻ വെച്ചില്ലെങ്കിൽ അത് വെള്ളം കെട്ടും. പിന്നെ ഉച്ചക്കലത്തേക്കാകുമ്പോഴത്തേക്കിന് നല്ല ചീത്തയായി പോകും ചോറ്. അപ്പോൾ അതുകൊണ്ടൊന്ന് മുരിച്ച് ആവി കളഞ്ഞെല്ലാം ആറ്റി അവിടെ വെക്കാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടൻ ചായയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ വെളുപ്പിന് ഒരു 6:30-6:45. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ടു. പിന്നെ അതിന് ശേഷം അതിനകത്തോട്ട് പാൽച്ചായയ്ക്കും അടുപ്പേ വെക്കുന്നുണ്ട്. മോന് പാൽച്ചായ വേണം. ഇതിപ്പോൾ എനിക്കുള്ളതാണ് കട്ടൻ ചായ ഇടുന്നത്. പിന്നെ ഇവിടുത്തെ ഉമ്മായും പാപ്പായും രാവിലെ സുബഹിക്ക് എണീക്കുമ്പോൾ തന്നെ ചായ ഇട്ട് അവർ കുടിക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അടുപ്പിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാര്യമാണോ ഞാൻ പറയാൻ വന്നത്? നന്നാക്കാൻ ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അടുപ്പ് നന്നാക്കാൻ ഇന്ന് ആൾ വന്നു, സ്റ്റൗ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇച്ചിരി പണിയുണ്ട് അതിനകത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസം പിടിക്കുമായിരിക്കും ചിലപ്പോൾ കൊണ്ടുതരാൻ. അപ്പോൾ ഇന്നത് കൊണ്ടുപോയിട്ടുണ്ട്. പകരം വേറെ സ്റ്റൗ കൊണ്ടുവന്ന് അവർ തൽക്കാലത്തേക്ക് നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടാണ് അത് അവർ നമ്മുടെ സ്റ്റൗ എടുത്തുകൊണ്ട് പോയേക്കുന്നത്. പിന്നെ ട്യൂബ് മാറിയിട്ട് തന്നു, വേറെ ട്യൂബ് മാറ്റിയിട്ടു. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിനകത്തോട്ട് അരപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതിന് ഞാൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ പ്രത്യേകം ഒരു ബൗളിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് ഒരു ഗ്രേവി ആക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഒരു പാത്രം എടുത്ത് എല്ലാം ഞാൻ അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇന്ന് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുണ്ട്. കാരണം ഇന്ന് രാവിലെ എണീച്ചപ്പം, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്, ഇന്ന് രാവിലെയാണ് ഞാനിതിന് വോയിസ് കൊടുക്കുന്നത്. അപ്പം എനിക്ക് ഇത് കറക്റ്റ് ടൈമിൽ പിന്നെ എന്താണ് അപ്ലോഡ് ചെയ്യാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് രാവിലെ ഞങ്ങളുടെ പെരയ്ക്കകത്ത്, അതായത് ഞങ്ങളുടെ ഹാളിൽ പട്ടി കയറിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കിടന്നു. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല പിന്നെ കഴുകലും വൃത്തിയാക്കലും തേച്ച് കഴുകലും ഒക്കെ ആയിട്ട് നമ്മുടെ ടൈം ഒത്തിരി അങ്ങ് പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പണിക്കാരുണ്ടായിരുന്നു, പുറം പണിക്ക് ആളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ടൈം ഒത്തിരി പോയിട്ടുണ്ട്. അത് കാരണം ഇച്ചിരി താമസിച്ച്, ഇച്ചിരി എന്നല്ല, ഇച്ചിരി താമസിച്ചിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പം നമ്മുടെ ചായ പിന്നെ തിളച്ച് തൂകാതിരിക്കാൻ ഞാൻ ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതാകുമ്പോഴത്തേക്കിന് തിളച്ച് തൂകാതെ സമാധാനത്തിൽ അതിന് കടുപ്പ് ഇറങ്ങിക്കോളുമല്ലോ. അപ്പം ദാണ്ടെ പൊറോട്ട ഞാൻ ഫ്രൈ പാനിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചപ്പം അത് എടുക്കാൻ വയ്യ. പിന്നെന്താണ്, അത് ഞാൻ വല്ലച്ചാലും പിച്ച് കീറിയൊക്കെ എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ്, അത് കൂടാതെ അപ്പം നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ഞാൻ ഇച്ചിരി 2-3 പച്ചക്ക എടുത്ത് ഞാൻ വെടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് താളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ദാണ്ടെ നമ്മുടെ കൊഞ്ച് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ആക്കി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാണ്ടെ ഇനി ഞാൻ പച്ചക്ക അരിയാൻ വേണ്ടി എടുക്കുകയാണ്. ഒരു 3 പച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമ്മുടെ ഉണക്കമുളകും പച്ചമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കടുക് താളിച്ച് അതങ്ങോട്ട് താളിക്കാൻ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പച്ചക്ക താളിക്കുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടും ഒക്കെ താളിക്കാം. അത് നമ്മുടെ ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ നമുക്കതിനകത്ത് ടേസ്റ്റാക്കി എടുക്കാവുന്നതാണ്. മുളക് പൊടി ഇട്ട് താളിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് സവാള ഇടാം. പക്ഷേ ഞാൻ ധൃതിക്ക് സവാള ഒന്നും ഇട്ടില്ല. പെട്ടെന്നൊന്ന് കടുക് താളിച്ച് 2-3 ഉണക്കമുളകും ഇട്ട് താളിച്ചിട്ട് പച്ചക്കായും പച്ചമുളകും അരിഞ്ഞ് അങ്ങോട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളവും ഒരു സ്വല്പമല്ല പാകത്തിന് ഉപ്പും ഇട്ട് എണ്ണ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. അപ്പം നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാലും നമ്മൾ സ്വല്പം എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അടി കയറി പിടിക്കത്തില്ല, കങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതെല്ലാം കഴിച്ചു കൂട്ടി. പിന്നെ കുറച്ച് ഉച്ചക്കലത്തെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നിനും ഒരു നേരം കിട്ടിയില്ല ഇന്ന് കേട്ടോ. കാരണം ഇതിപ്പം ഞാൻ പകുതിക്ക് വെച്ച് തന്നെ റെക്കോർഡിങ് സ്റ്റോപ്പാക്കിയിട്ട് ഞാൻ വേറെ പല ജോലിയുമായിട്ട് ഞാനങ്ങ് പോയി. കാരണം എനിക്ക് സമാധാനത്തിൽ റെക്കോർഡ് ചെയ്യാനൊന്നും ഉള്ളൊരു സിറ്റുവേഷൻ ഇന്ന് എനിക്കില്ലായിരുന്നു. ഇന്ന് പുറത്ത് പണിക്കാരും കാര്യങ്ങളും, വെളിയിലെ പണിക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളും, രാവിലത്തെ ഉച്ചക്കലത്തെ ഫുഡ്, പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിള്ളേരുടെ കാര്യങ്ങളും എല്ലാമായിട്ട് കൂടിക്കുഴഞ്ഞാകെ ഇതായിട്ടിരിക്കുമായിരുന്നു. പിന്നെ തുണി പോലും കൈയിട്ടിട്ട് ഞാൻ ആശയെ കൊണ്ട് വിരിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി ഈ പറഞ്ഞ ഈ വീഡിയോ ഞാൻ ഇന്ന് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പം സമയം 4 ആകുന്നു. ഇനിയിപ്പം ഇത് റെക്കോർഡ് ചെയ്തിട്ട് വേണം പിന്നെ ഒന്ന് ഫ്രഷായിട്ട് വന്ന് ചായയൊക്കെ ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇന്ന് നടന്നിട്ടില്ല, കാര്യങ്ങളൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ഇപ്പം പച്ചക്ക മെഴുക്ക് പുരട്ടുന്നുണ്ടല്ലോ, അത് വലിയ കാര്യത്തിൽ ഞാൻ മെഴുക്കെല്ലാം പുരട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ പാകത്തിനുള്ള ഉപ്പും എരിവും എല്ലാമായിട്ട് നമ്മൾ രാവിലെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ലഞ്ച് ബാഗിൽ തയ്യാറാക്കാൻ വേണ്ടി എല്ലാം നമ്മൾ ചെയ്തു. എന്തുവാണ്, കൊഞ്ച് റോസ്റ്റും പച്ചക്ക മെഴുക്ക് പുരട്ടിയതും എല്ലാം. പക്ഷേ നമ്മൾ ടിഫിൻ ബോക്സ് പൊതിഞ്ഞപ്പോൾ ഞാനത് വെച്ച് കൊടുത്തു കേട്ടോ. മോൾക്കത് വെച്ച് കൊടുത്തപ്പോൾ ഒരു ഇച്ചിരി ആവി കളയാൻ വേണ്ടി ഞാൻ അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഫാൻ്റെ കാറ്റത്ത് വെച്ച്. അപ്പോഴേക്കും എൻ്റെ മോൾ അത് കണ്ടു, പച്ചക്ക മെഴുക്ക് പുരട്ടിയത് വെച്ചേക്കുന്നത്. എനിക്ക് പച്ചക്ക വേണ്ട എന്നും പറഞ്ഞ് പിന്നെ അവസാനം ഞാനത് മോന് തന്നെ വെച്ച് കൊടുക്കേണ്ടി വന്നു. മോള് കൊണ്ടുപോയില്ല പച്ചക്ക മെഴുക്ക് പുരട്ടി, കൊഞ്ച് റോസ്റ്റ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോഴേ അത് അവർ കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോരം വിഷമമാകും എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഇത് കുഴപ്പമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വേണ്ട. പച്ചക്കറി എന്ന സാധനം
കഴിക്കത്തില്ല. പിന്നെ ഈ പപ്പരയ്ക്ക, ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തോരൻ വെക്കുവാണെങ്കിൽ ഇച്ചിരി കഴിക്കും. എന്നിട്ട് പറയും, ദേ ഉമ്മച്ചി കണ്ടല്ലോ ഞാൻ പച്ചക്കറി കൂട്ടിയെന്ന്. അപ്പം നമ്മൾ പറയും ഇതെന്തോന്ന്, ഇച്ചിരി പപ്പരയ്ക്ക തോരനോ അല്ലെങ്കിൽ ഇച്ചിരി ക്യാബേജ് തോരനോ കഴിച്ചെന്നും പറഞ്ഞ് പച്ചക്കറി എല്ലാം അങ്ങ് ആകുമോ? എല്ലാ ഐറ്റംസും കഴിക്കണം. ഇപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, മറ്റുള്ള വെണ്ടയ്ക്ക, അങ്ങനെയുള്ള അച്ചിങ്ങ, പയർ, ഇതെല്ലാം പച്ചക്കറി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലാതെ ഒന്നോ രണ്ടോ കഴിച്ചെന്നും പറഞ്ഞ് നമ്മുടെ ശരീരത്തിനൊന്നും ആകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ പച്ചക്കറികളും കൂട്ടി ശീലിക്കാൻ പഠിക്കണം. കാരണം എന്നെ സംബന്ധിച്ചെടുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെ ചെറിയ പ്രായത്തിൽ പല ഐറ്റംസും ഞാൻ കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമല്ല, എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് ഞാൻ കഴിക്കാറില്ല. ഇപ്പം പാലാണെങ്കിൽ പാല്, മുട്ട, ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല. പച്ചക്കറി ആണെങ്കിലും പല സൈസ് പച്ചക്കറികൾ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഇതുപോലെ തന്നെ മീനൊന്നും ഞാൻ കഴിക്കത്തില്ല. മത്തി അല്ലാതെ വേറെ ഒരു മീൻ, പിന്നെ കൊഞ്ച്, ഞണ്ട്, കറച്ചി ഇതൊക്കെ കഴിക്കുമെന്നല്ലാതെ മറ്റുള്ള ഒരു മീൻ തരങ്ങളും ഞാൻ കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് വൈറ്റമിൻസിൻ്റെ കുറവുകൾ, അനീമിക്ക്, അങ്ങനെ പല പ്രശ്നങ്ങൾ ഇപ്പം ഒരു പ്രായം കഴിഞ്ഞപ്പം നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ നമുക്കത് മനസ്സിലായി, നമ്മൾ ചെറിയ പ്രായത്തിൽ പലതും കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ മക്കളെല്ലാം കഴിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹത്തിലാണ് നമ്മളിതെല്ലാം വെച്ച് കൊടുക്കുന്നത്. എങ്ങനെ കളഞ്ഞാലും വേണ്ടിയില്ല, കുറച്ചെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വേണ്ടാന്നും പറഞ്ഞ് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് വന്നതുപോലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക് വരുമോ എന്നുള്ളൊരു ടെൻഷനും ഒരു ഭയം, അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. പിന്നെ എൻ്റെ മോനെ സംബന്ധിച്ച് അവനാണെങ്കിൽ ചെറിയ പ്രായത്തിൽ ഇതുപോലെ പച്ചക്കറിയൊന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാത്തരം പച്ചക്കറികളും കഴിക്കും, മീൻ തരങ്ങളും കഴിക്കും, അങ്ങനെ എല്ലാം കഴിക്കും. പിന്നെ ഈ പയർ തോരൻ, പയർ മെഴുക്കുവരട്ടി അങ്ങനെയുള്ളതൊന്നും കഴിക്കത്തില്ല, ചെറുപയറൊക്കെ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും, പരിപ്പാണെങ്കിലും കഴിക്കും, കടലയെല്ലാം കഴിക്കും. പക്ഷേ മോള് നേരെ ഓപ്പോസിറ്റാണ്. മോൾ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ പലമാതിരി വൈറ്റമിൻസിൻ്റെ കുറവുകളും അതിൻ്റെ പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. ഇപ്പം ഞാൻ ഇതേണ്ട എന്തെങ്കിലുമൊക്കെ, ഞാനിപ്പോൾ മുട്ടയാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ ഇപ്പോൾ എനിക്ക് വൈറ്റമിൻസ് വേണം, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ഇനി വലുതായി ഒരു പ്രായമാകുമ്പോഴായിരിക്കും അതിനെപ്പറ്റി ബോധോദയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാകുന്നത്. അപ്പം ജസ്റ്റ് നമ്മളെല്ലാവരും ഇതിപ്പം കാണുന്ന ആര് കണ്ടാലും എല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഇന്നത് കഴിക്കണം, എനിക്ക് ഇന്ന പച്ചക്കറി കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന മീൻതരങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ ഇന്നതെല്ലാം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. എല്ലാവരും കഴിക്കണം. ഇങ്ങനെ ഞാൻ പലതും കഴിക്കാത്തതിൽ എനിക്ക് പല അസുഖമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എല്ലിന് ബലക്കുറവ് വരിക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് മറിഞ്ഞ് വീണാൽ തന്നെ പെട്ടെന്ന് എല്ലൊടിയുക. അപ്പോൾ അസ്ഥി നമ്മുടെ കാലിൻ്റെയൊക്കെ ഇപ്പം എൻ്റെ കാല് ഒടിഞ്ഞായിരുന്നു, പിന്നെ അത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാണ് എന്ന് പറഞ്ഞ പോലെ. അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ പല ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അസ്ഥിക്ക് ബലം കുറഞ്ഞു പോകുന്നതും, അങ്ങനെ അനീമിക്കാകുന്നതും, അങ്ങനെ പല അസുഖങ്ങളുണ്ടാകുന്നതും. പിന്നെ നമ്മൾ ഗുളികയ്ക്കകത്ത് തന്നെ നമ്മൾ ഗുളിക മുടങ്ങാതെ കഴിക്കേണ്ടി വരും. അപ്പം ഇപ്പോഴേ നമ്മൾ ചെറിയ പ്രായത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ ആഹാരങ്ങളും കഴിച്ച് തന്നെ ശീലിക്കുക. ഓക്കെ, അപ്പം നമ്മളിത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചക്കലത്തെ ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി കപ്പയുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ട് ഓവറായിട്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ കുറേശ്ശെ ഇപ്പം ഒരു കിലോ കപ്പ വാങ്ങിച്ച് 1/2 കിലോയെ ഒരു ദിവസം എടുക്കത്തുള്ളൂ. ബാക്കി 1/2 കിലോ ഞാൻ വേറൊരു ദിവസത്തേക്ക് എടുത്ത് വെച്ചേക്കും, ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യും. കിഴങ്ങാണെങ്കിലും കപ്പയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഒരുവിധം നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് എൻ്റെ ഒരു കവർ പാല് ചെറിയൊരു മിസ്റ്റേക്ക് പോലെ വന്നപ്പോൾ ഞാൻ എന്തെടുത്ത് അത് ഒരിച്ചിരി പശുവും പാലിൻ്റെ തൈരെടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ മിൽമ പാൽ ഒഴിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ട് ഒരു ദിവസം അത് വെളിയിരുന്നതിന് ശേഷം ഞാൻ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി. അപ്പോൾ നമ്മൾ കഴിവതും ഉപയോഗിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ നമ്മുടെ ആഹാര സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, ഒന്നും വേസ്റ്റാക്കാതെ ഉപയോഗിക്കുക. അപ്പം നമുക്ക് നമ്മുടെ സേവിങ്സ് ആണെങ്കിൽ നമുക്ക് സേവിങ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ നമുക്ക് ഒരുപാട് പാചകം ചെയ്ത് ഇപ്പം നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ച് വേസ്റ്റാക്കി കളഞ്ഞാൽ പിന്നെ നമ്മൾ പാചകം ചെയ്യണ്ടേ? ഇത് നമുക്ക് ആവശ്യത്തിനുള്ളതാകുമ്പോഴത്തേക്കിന് നമ്മൾ വേസ്റ്റാക്കാതെ കഴിച്ചിട്ട് ബാലൻസ് വരുന്നത് പിറ്റേന്ന് ഒരു ഇച്ചിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല, കുറച്ചായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ശീലിച്ച ഒരു രീതി വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ.
പിന്നെ ഞാൻ എന്താണ് തേങ്ങ അരച്ചൊഴിക്കാത്ത നല്ല സൂപ്പർ ഒരു മോരാണം ഉണ്ടാക്കിയിട്ടുണ്ട്. കടുക് താളിച്ച് നല്ല ജീരകവും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും താളിച്ച് നല്ല സൂപ്പർ ഒരു മോരാണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നിടം വരെയും ബൈ.